ഞാൻ കളക്ടറോട് വിളിച്ച് ചോദിച്ചു. അപ്പോൾ കളക്ടർ പറഞ്ഞു, സാറ് ഊണ് കഴിക്കാൻ വെക്കോളൂ, സാറ് ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ വെക്കോളൂ, സാറ് കൂട്ടുകാരുമൊത്ത് ഉല്ലസിക്കാൻ വെക്കോളൂ, ഞങ്ങളിവിടെ നോക്കിക്കൊള്ളാം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഒരു ഗതികേട്. ഒരു നാട് ദുരന്തത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ ലീഡർഷിപ്പ് എങ്ങനെ പ്രവർത്തിക്കണമെന്നതിനെ സംബന്ധിച്ചാണ് രണ്ട് സർക്കാരുകളെയും താരതമ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. അത് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ കഴിഞ്ഞ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചാണ് അദ്ദേഹം ചില ആക്ഷേപങ്ങൾ ഇവിടെ ഉന്നയിച്ചത്. എന്തായിരുന്നാലും ശരി, അമ്മാവൻ്റെ രോഗവിവരം അന്വേഷിക്കാൻ ഹെലികോപ്റ്ററും എടുത്ത്, ജനങ്ങളുടെ നികുതി പണത്തിലെ ഹെലികോപ്റ്ററും എടുത്ത് പോകേണ്ടുന്ന ഗതികേട് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിമാർക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ PMCയെ എടുത്ത് കടലിലെറിയും, ആ കടലിൽ നിന്ന് നിങ്ങൾ വേണമെങ്കിൽ മുങ്ങിത്തപ്പി എടുത്തോളൂ എന്ന് പറഞ്ഞ ലീഡർഷിപ്പിനെയാണ് ഞങ്ങൾക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ എല്ലാം മറച്ചു പിടിച്ചിട്ട് നിങ്ങൾ എത്ര കാലമായി ഇവിടെ ഇല്ലാ കഥകൾ വളരെ കൃത്യമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ചോദിച്ചത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ നാട് ഒരു ദുരന്തത്തെ അഭിമുഖീകരിച്ച് അത് ആ പ്രളയത്തിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ ജനങ്ങൾ, സാധാരണക്കാർ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടുന്ന ഒരു സർക്കാർ, ആ സർക്കാരിന് നേതൃത്വം വഹിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം എവിടെയായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അദ്ദേഹം ആ സമയത്ത് ജ്വല്ലറിയുടെ ഉദ്ഘാടനവും അതുപോലെ തന്നെ കുഴിമന്തി കഴിക്കലിൻ്റെയും തിരക്കിലായിരുന്നു എന്നുള്ളത് ചിത്രങ്ങൾ സഹിതം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇവിടെ ഞാനിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. ഇവിടെ മുതലപ്പൊഴിയിൽ 5 സഹോദരങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അവിടെ MLA ഉൾപ്പെടെയുള്ള ആളുകൾ, മുഴുവൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അവിടെ നിന്നുകൊണ്ട് ആ ദുരന്തബാധിത പ്രദേശത്ത് നിൽക്കുമ്പോൾ അവർക്കൊരു ഹെലികോപ്റ്റർ കിട്ടിയിരുന്നുവെങ്കിൽ ആ തകർന്ന വള്ളവും അതിൻ്റെ അവശിഷ്ടങ്ങളും ആരെങ്കിലും ജീവനോടെ അവശേഷിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയുമായിരുന്നു. അപ്പോൾ പ്രയോറിറ്റി എന്തിനാണ്? അമ്മാവൻ്റെ രോഗവിവരത്തിനാണ്. നാണമില്ലേ? ഒരല്പമെങ്കിലും നാണമുള്ള, ഉളുപ്പുള്ള ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയാണോ ഇത്? അങ്ങനൊരു പ്രശ്നമുണ്ടായാൽ അവിടെ ഓടിയെത്തുക എന്നുള്ളതാണ്. ജനങ്ങൾ ദുരന്തം അനുഭവിക്കുന്ന, ദുരന്തബാധിതരായിട്ടുള്ള ജനങ്ങളുടെ അടുക്കലേക്ക് ഓടിയെത്തുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ജനപ്രതിനിധി ചെയ്യേണ്ടുന്നത്. അത് ചെയ്യാതെ അമ്മാവൻ്റെ രോഗവിവരം അന്വേഷിച്ച് പോയതിനു ശേഷം ഇവിടെ വന്നു നിന്ന് ന്യായീകരിക്കുകയാണ്. ഇതാണ് ന്യായീകരണ തൊഴിലാളികൾ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. നിങ്ങളും ഭക്ഷണം കഴിച്ചില്ലേ? ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഈ ദുരന്തത്തിൻ്റെ കാലഘട്ടത്തിൽ ഊണും ഉറക്കവും ഭക്ഷണവും ഒക്കെ ഉപേക്ഷിച്ച് തന്നെയാണ് ഞങ്ങളുടെ നേതാക്കന്മാർ, അന്നത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ ഈ ദുരന്തബാധിത പ്രദേശത്ത് ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചത്. അന്നത്തെ ചിത്രങ്ങൾ പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഒരു ചരിത്രം ഈ നാടിനുണ്ടെന്നേ. ആ ചരിത്രം മറച്ചു പിടിക്കാൻ നിങ്ങൾ എത്ര ശ്രമിച്ചാലും നടക്കില്ല. മന്ത്രി പറയുന്നത് എന്താണെന്നോ, ഞാൻ കളക്ടറോട് വിളിച്ച് ചോദിച്ചു. അപ്പോൾ കളക്ടർ പറഞ്ഞു, സാറ് ഊണ് കഴിക്കാൻ വെക്കോളൂ, സാറ് ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ വെക്കോളൂ, സാറ് കൂട്ടുകാരുമൊത്ത് ഉല്ലസിക്കാൻ വെക്കോളൂ, ഞങ്ങളിവിടെ നോക്കിക്കൊള്ളാം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഒരു ഗതികേട്. ഇതിൽ പരം തരം താഴാൻ കഴിയുമോ? ഇതിൽ പരം വാർത്താ സമ്മേളനം നടത്തിയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളുകളെ അങ്ങോട്ട് കയറി വിരട്ടുകയാണ്. നിലവാര തകർച്ചയുടെ അങ്ങേ അറ്റത്തെ രൂപമാണ് നമ്മളിപ്പോൾ, ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ അപ്പോൾ തന്നെ പറയും ഇത് രാഷ്ട്രീയമായിട്ടുള്ള ആക്രമണമാണ്. ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ എന്നെ ആക്രമിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയമല്ല, മറ്റുള്ളവർ പറയുന്നതിൽ രാഷ്ട്രീയം മാത്രം നോക്കിക്കാണുന്ന ഗതികെട്ട ഒരാളായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാറുകയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇനിയെങ്കിലും വരും ദിവസങ്ങളിലെങ്കിലും ഈ ദുരന്തബാധിതരെ സഹായിക്കാൻ, ഇന്നിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അവലോകന യോഗം ഇതുമായി ബന്ധപ്പെട്ട് കൂടിയിട്ടുണ്ടോ? ഇന്നെന്തോ കൂടി എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അത് പുറത്തുവിടാത്തത്. അതിനുശേഷം പ്രഖ്യാപിച്ച ചില കാര്യങ്ങളാണ് ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്നത് മഹാകാര്യങ്ങളായിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ദുരന്തം നടക്കുന്ന സന്ദർഭത്തിൽ ആ രാത്രി നടന്നു, രാവിലെ അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ച് നടപ്പിലാക്കേണ്ടുന്ന ആളുകൾ എവിടെ പോയിരുന്നു എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അരി എത്ര എന്ന ചോദ്യത്തിന് പയർ അഞ്ഞാഴി എന്ന മറുപടിയാണ് പറയുന്നത്. അതാണോ പറയേണ്ടത്? അങ്ങനെയാണോ മറുപടി പറയേണ്ടത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അറ്റ് ദാറ്റ് ടൈം എവിടെയായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ക്വസ്റ്റ്യൻ. അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഈ ദുരന്തത്തിന് എത്രാമതായിരുന്നു സ്ഥാനം? അത് ജ്വല്ലറി ഉദ്ഘാടനത്തിൻ്റെയും
കുഴിമന്തി കഴിക്കലിൻ്റെയും അമ്മാവൻ്റെ രൂപഗൗരവത്തിൻ്റെയും ഒക്കെ കഴിഞ്ഞ് 5-മതോ 6-മതോ ആയിരുന്നു എന്നുള്ളത് ഫാക്റ്റാണ്. ആ ഫാക്റ്റ് നിങ്ങൾ എത്ര ഒളിച്ചു വെച്ചാലും അത് ജനങ്ങൾക്ക് മുന്നിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ വസ്തുതയായിരിക്കും ഇനി മുതൽ ജനങ്ങൾ പരിശോധിക്കാൻ പോകുന്നത് എന്നത് കോൺഗ്രസിൻ്റെ പ്രതിനിധി മനസ്സിലാക്കിക്കൊള്ളുക. അല്ലാതെ അരിശം കൊണ്ട് കാര്യമില്ല. എന്തെങ്കിലും പഴംപുരാണം ഇല്ലാക്കഥ കല്ലുവച്ച നുണ വിളിച്ചു പറഞ്ഞതുകൊണ്ട്, ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ട് അത് യാഥാർത്ഥ്യമായി തീരുമെന്ന താങ്കളുടെ മൂഢമായ വിശ്വാസമുണ്ടല്ലോ, അതാണ് അസ്ഥാനത്താവാൻ വേണ്ടി പോകുന്നത്.